ആരാന്ന് നോക്കിയേ. ഇത് കണ്ടോ? എന്റെ യുവ കർഷകനെ കണ്ടോ? എന്റെ കയ്യില്. യുവ കർഷകൻ തോർത്തൊക്കെ വലിച്ചു മാറ്റുന്നുണ്ട്. ഇത് കണ്ടോ? യുവ കർഷകൻ കോവയ്ക്ക പറിച്ചു. ഇനി എന്താ യുവ കർഷകൻ കാണിക്കുന്നത്? ഇവിടെ മത്തങ്ങ ഉണ്ടായിട്ടുണ്ട്. ഇത് കണ്ടോ? കോവയ്ക്ക പൂവിട്ടേക്കണ കണ്ടോ? ശരാ കണ്ടോ? കണ്ടോ? കോവയ്ക്ക കാണിക്കാൻ കോവയ്ക്ക കാണിച്ചു. അച്ചപ്പ കോവയ്ക്ക തിന്നെ. അടിപൊളി. കണ്ട സോ ഫ്രഷ് ഫ്രം ഗാർഡൻ. കൊച്ചു കഴിക്കുക, കോവയ്ക്ക കഴിക്കുക. ഞാൻ കണ്ടോ? ഞാൻ വേറൊരു സൂത്രം കാണിച്ചതാ. ഇതിന്റെ ഇടയിൽ വളരുന്ന ഒരു സാധനമുണ്ട്. കണ്ടോ? വെണ്ടയ്ക്കേനെ കണ്ടോ? വെണ്ടയ്ക്ക, നല്ല വെണ്ടയ്ക്കേനെ കാണിച്ചു തരാം. കണ്ടോ വെണ്ടയ്ക്ക? കണ്ടോ? പിന്നെ ഞാൻ വേറൊരു സൂത്രം കാണിച്ചു തരാം. പപ്പ കരിയിലൊക്കെ ഇട്ട് മൂടി വെച്ചേക്ക. കണ്ടോ? മെലൻ. ഇതിന് മൂടി തന്നെ വെച്ചേക്കാം. വേറൊരു സൂത്രം കാണിച്ചു തരാം. എന്താ അറിയോ? പയറ്, കുറ്റിപ്പയറാണ്. പയറുണ്ടായിക്കണ കണ്ടോ? കണ്ടോ? ഇത് വള്ളിപ്പയറ. ഇങ്ങനെ മുകളിലോട്ട് കയറി പോകുന്നുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് കൂടെ കോവലയിലൊക്കെ കണ്ടോ? ഞാൻ വേറെ സൂത്രം കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ പാവയ്ക്ക. ഇതൊക്കെ ആരോ തന്ന വിത്താണ്. അങ്ങനെ പാവയ്ക്ക ഉണ്ടായി. കുഞ്ഞു പാവയ്ക്ക. അതിന് ഇച്ചിരി കളർ കുറവായി പാവയ്ക്ക്, പക്ഷേ ഇതിന് ഇച്ചിരി കളർ കൂടുതലാണ്. രണ്ടും വ്യത്യസ്തമുള്ള പാവയ്ക്കാന്ന് തോന്നുന്നു. അങ്ങനെ ഇത് കണ്ടോ? വേപ്പിൻ്റെ ഇല. ഈ വേപ്പിൻ്റെ ഇല ആദ്യമൊക്കെ നമുക്ക് കറിയിലിടുമ്പോൾ ഭയങ്കര പിശുക്ക് ഉപയോഗിക്കാറ്. കാരണം 2-3 ഇതളേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതേ വെള്ളമൊക്കെ നനച്ച് അങ്ങനെ വലിയ വേപ്പിൻ്റെ ഇല ഇഷ്ടംപോലെ ഉപയോഗിക്കാം. വേറൊരു സാധനം കാണിച്ചത്. ഇതെന്താണെന്ന് അറിയാമോ? കോളിഫ്ലവർ ആണെന്ന് തോന്നുന്നു. അതോ ക്യാബേജ് ആണാവോ? എനിക്കറിയില്ല. എന്തായാലും ഉണ്ടായി കഴിയുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ ഇല കൂന്തി വരുന്നുണ്ട്. പക്ഷെ എന്ത് സംഭവം എന്നറിയില്ല. ഇത് കണ്ടോ? ഇത് എനിക്ക് തോന്നുന്നു വാട്ടർമെലൻ്റെ സീഡാന്ന് തോന്നുന്നു. ഇങ്ങനെ മുളച്ച് വരുന്നുണ്ട്. ഇത് നമ്മുടെ കുഞ്ഞൻ ചീരാസാണ്. ചീര. പിന്നെ ഇത് ആക്ച്വലി ബോക്ചോയാണ്. ഈ മഞ്ഞ പൂ കാണുന്നത് ബോക്ചോയുടെ വിത്തെല്ലാം ഇവിടെ പാവിയിട്ടുണ്ട്. ഇത് ബോക്ചോയ് വളർന്നു വന്നതാണെന്നാണ് തോന്നുന്നത്. ഇലയുടെ ഷേപ്പ് ആകൃതിയൊക്കെ കണ്ടിട്ട് ബോക്ചോയാണ്. ബോക്ചോയ് ഭയങ്കര ഗുഡാണ് കഴിക്കാനല്ല. അപ്പോൾ അതിൻ്റെ വിത്തെല്ലാം മുളച്ച് വരുന്നുണ്ട്. അപ്പോൾ അതങ്ങനെ ഇതിൻ്റെ ഇടയിലൊക്കെ ഇങ്ങനെ കുഞ്ഞു ചീരക്കുട്ടന്മാർ മുളച്ച് വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ക്യാബേജ് ആണോ കോളിഫ്ലവർ ആണോ എന്ന് അറിയാൻ പാടില്ലാത്ത ചെടി. ഇതേ ചീര. ഇതേ ആച്ചപ്പൻ ചേട്ടന്, നമ്മുടെ ആച്ചക്കുട്ടന് പനിയൊക്കെ വരുമ്പോൾ ഉപയോഗിക്കുന്ന പനിക്കൂർക്ക. ഇതെന്താണെന്നറിയാമോ? ഇത് നമ്മുടെ ബ്രഹ്മ്യ. ഈ ചെറിയ ഇലയുള്ള സാധനം ബ്രഹ്മ്യ. ഇതിൻ്റെ ഇടയിലും ഉണ്ട് കുറച്ച് ചീരക്കുട്ടന്മാർ. ഇത് ഞാൻ വേറൊരു സാധനം കാണിച്ചതാണ്. ഇത് കണ്ടോ? ഇത് നമ്മുടെ തക്കാളിയാണ്. തക്കാളി ഇപ്പുറത്ത് വേറൊരു സാധനമുണ്ട്. ഇത് മിൻറ്റ് ലീവ്സാണ്. മിൻറ്റ് ലീവ്സ് അപ്പുറത്തെ വീട്ടിലത്തെ മതിലിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ കയറി വരുന്നത്. പക്ഷേ നന്നായിട്ട് വരുന്നുണ്ട്. നമുക്ക് മിൻറ്റ് ലീവ്സ് ഇഷ്ടം പോലെ ഉണ്ട്. തക്കാളിക്കുട്ടിനെ കണ്ടോ? നല്ല ചുവന്ന് പാകമായി വരുന്നേ ഉള്ളൂ. ഇതിൻ്റെ മുകളിൽ പച്ചയുണ്ട്. ഇങ്ങനെ ക്ലസ്റ്റർ മാതിരിയാണ് തക്കാളി ഉണ്ടാവുന്നത്. അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. ആച്ചുകൂട്ടാ അത് പറിക്കണ്ട. എൻ്റെ അമ്പൂ, അത് പറിക്കില്ലേ? അത് പറിക്കാൻ പാടില്ല. പഴുത്തിട്ടില്ല കേട്ടോ. ആച്ചപ്പൻ ചേട്ടൻ അത് പറിക്കാൻ പോവായിരുന്നു. കണ്ടോ? മിൻറ്റ് ലീവ്സ് എല്ലാം കണ്ടോ? ഈ സൈഡിൽ കൂടെ ഇങ്ങനെ വരുന്നുണ്ട്. ആച്ചുകൂട്ടാ നമുക്ക് പിന്നെ പറിക്കാം. മത്തിയൊക്കെ പൂത്തേക്കണ കണ്ടോ? ഇത് ഒരു 3 ടൈപ്സ് ഉണ്ടെന്ന് തോന്നുന്നു. ഒരെണ്ണം സാധാ നമ്മുടെ മറ്റേ പംകിൻ, അതല്ലാതെ വാട്ടർമെലൻ ഉണ്ട്, ഹണിഡ്യൂ മെലൻ ഉണ്ട്. ഇതിൻ്റെ എല്ലാം നമ്മൾ വാങ്ങിക്കുമ്പോൾ അതിൻ്റെ സീഡ് എടുത്ത് പാവുന്നതാണ്. ഈ തോന്നി കുരുന്ന് മുളച്ച് വന്നേക്കുന്നതെല്ലാം ബോക്ചോയാണെന്നാണ് തോന്നുന്നത്. കാരണം ഈ ബോക്ചോയുടെ എല്ലാം തന്നെ അവിടെയും കണ്ടത്. പിന്നെ അധികം മുളകുണ്ട് കേട്ടോ. ഈ കുഞ്ഞു മുളകുന്നൊക്കെ നിറയെ പൂവിട്ടായിരിക്കണം കണ്ടോ? ഇതൊക്കെ മുളകാണ്. ഈ ഒരു വാഴ ഫുൾ മുളകാണ്. ഫ്ലെയിം ആണ് നമ്മളിക്കൂടെ. ഇവിടെ മറ്റേ എയർപോർട്ട് തൊട്ടടുത്താണ്. അതുകൊണ്ട് ഫ്ലൈറ്റിൻ്റെ സൗണ്ടെല്ലാം ഭയങ്കരമായിട്ട് കേൾക്കാം. ഇത് കണ്ടോ?
മുളക് ഉണ്ടായിരുന്നുണ്ടോ, കാന്താരി മുളകാന്ന് തോന്നുന്നു. നല്ല ടേസ്റ്റാണ്, തൈരും മുളകും ഒക്കെ കൂടി കഴിക്കാൻ. ഇത് നമ്മുടെ ചീര, ഇതാ നമ്മുടെ ബീട്രൂട്ട് ഉണ്ടായിട്ടുണ്ട്. ബീട്രൂട്ട് എപ്പോഴും ഇങ്ങനെ മുകളിലോട്ട് നമ്മുടെ സോയിലിൻ്റെ മേതേ വരും. അപ്പോൾ നമ്മൾ കുറച്ചുകൂടി മണ്ണ് അതിൻ്റെ മീതെ ഇട്ട് കൊടുത്താൽ മതി. ഈ ബീട്രൂട്ടിൻ്റെ ഇല തോരൻ വെക്കാൻ ഞാൻ റീസെൻ്റ്ലി ആണ് ആരോ പറഞ്ഞത്. പക്ഷെ നല്ല ടേസ്റ്റാണ്, ചീരേനേക്കാളും ടേസ്റ്റാണ് ബീട്രൂട്ടിൻ്റെ ഇലയ്ക്ക്. അതെ, ഇത് ഹണിമെലനാണെന്നാണ് മമ്മി പറഞ്ഞത്. ശരിയാ, മറ്റേ സാധാ മത്തങ്ങ നമ്മൾ കറിക്ക് ഉപയോഗിക്കുന്ന മത്തങ്ങേനേക്കാളും വ്യത്യാസമുണ്ട് ഇതിൻ്റെ ഇലയ്ക്ക്. കുഞ്ഞു കുഞ്ഞു ഇലകളാണ്. ഹണിഡ്യൂ മെലൻ. പിന്നെ ഇതൊക്കെ നമ്മുടെ ഇതിൻ്റെ ഇടയിൽ ഒരു കുഞ്ഞു ചുമന്ന ചീരയുണ്ട്. നല്ല രസമല്ലേ കാണാൻ, ചുമന്ന ചീര. പിന്നെ നമുക്ക് എന്താ ഉള്ളത്, നമുക്കുള്ളത് ഇത് നമ്മുടെ ഓറഞ്ച് ചെടിയാണ്. പക്ഷേ ഇത് കുറച്ച് നാളായി നട്ടിട്ട്, ഒരു 2 years ആവാറായി. പക്ഷേ ഇതങ്ങ് നിലത്തുനിന്ന് പൊങ്ങുന്നില്ല. ഇതുമ്പോൾ 2-3 പൂവൊക്കെ ഉണ്ടായി, കായ് ഇങ്ങനെ പിടിച്ചു. പക്ഷേ കുറച്ച് നാളായി ചെപ്പിക്ക് അത് കൊഴിഞ്ഞുപോയി. ഇതാണ് നമ്മുടെ ഓറഞ്ച് ചെടി. നമ്മുടെ പേരയ്ക്ക അത്യാവശ്യം കുഴപ്പമില്ലാതെ വരുന്നുണ്ട്. ഇനി പേരയ്ക്ക ഉണ്ടാവണം, അപ്പോൾ നമുക്ക് കാണിച്ചു തരാം. പിന്നെ കഴിഞ്ഞ ദിവസം ഒരു ആൻറ്റിയുടെ വീട്ടിൽ പോയപ്പോൾ ഒരു മുരിങ്ങയുടെ കമ്പ് കിട്ടി, അത് കുഴിച്ചിട്ടിട്ടുണ്ട്. അത് നമുക്ക് മുളയ്ക്കുമെന്ന് നോക്കാം. ഞാൻ നിങ്ങളെ ഒരു സാധനം കാണിച്ചു തരാം കേട്ടോ. ഇന്ന് മമ്മി പിന്നെ ഞങ്ങളുടെ കുഞ്ഞു കർഷകരോടും മുന്തിരീനെ പ്രൂൺ ചെയ്യുക. അങ്ങനെ വലിയ സയൻറ്റിഫിക്കായിട്ടൊന്നുമല്ല, ചുരുക്കി പറഞ്ഞാൽ കാട് വെട്ടി തെളിക്കുകയാണ് അല്ലേ. ഇത് കണ്ട, കുഞ്ഞു കർഷകൻ കൊമ്പൊക്കെ വലിച്ചുകൊണ്ട് പോയിട്ട് വേസ്റ്റ് ബിന്നിടാനാന്ന് തോന്നുന്നു. മമ്മി വളരെ സാഹസികമായിട്ട് മുന്തിരിയൊക്കെ നന്നായിട്ട് ശാഖകളെല്ലാം വെട്ടിക്കളയും. മമ്മി സ്മൈൽ പ്ലീസ്. കണ്ടോ, ഇതാണ് മുന്തിരി. അച്ചപ്പ എന്നെടുക്കണേ, എന്തെടുക്കുക, അടുത്ത് കൊണ്ടുപോയി കളാ. ഇങ്ങോട്ട് വായോ, ഇങ്ങോട്ട് വായോ. എന്താ ഈ കൊട്ടയില്, അച്ചപ്പന്റെ കൊട്ടയില് എന്താ ഇത് കോവയ്ക്ക. പിന്നെ നമ്മുടേതല്ലാത്തത് എന്നാൽ നമ്മുടെ ആണെന്ന് പറയാവുന്ന വേറൊരു സാധനം ഇവിടെ മുന്തിരി ഉണ്ട് കേട്ടോ. ഇതെന്താണെന്ന് അറിയാമോ, ഇത് അപ്പുറത്തെ വീട്ടിലെ ലെമണാണ്. അത് ഇവരുടെ അതിൽ ക്രോസ് ചെയ്തിട്ട് ഇങ്ങോട്ടേക്ക് അതിൻ്റെ ബ്രാഞ്ചസ് ഉണ്ട്. അപ്പോൾ നെയ്ബറിലെ അങ്കിൾ പറഞ്ഞിട്ടുണ്ട് നമ്മളോടത് പറിച്ചോളാൻ. അപ്പോൾ നമുക്ക് ഇഷ്ടംപോലെ ലെമൺ ഉണ്ട്. നമ്മുടെ വീട്ടിലില്ലെങ്കിലും നമുക്ക് അപ്പുറത്തെ വീട്ടിലത്തെ ബ്രാഞ്ചസിന് ഇഷ്ടംപോലെ ലെമൺ ഉണ്ടാവും. ഇത് ഓൾ സീസണാണ് കേട്ടോ, അതങ്ങനെ പ്രത്യേകിച്ച് സീസണൊന്നുമില്ല. ഒന്നുണ്ടായി അത് മെച്ചുറായി കഴിയുമ്പോൾ വീണ്ടും നെക്സ്റ്റ് പോയിട്ട് അടുത്ത ഇതുണ്ടാവും. നിങ്ങൾ കേൾക്കുന്ന സൗണ്ട് എന്താണെന്നറിയോ, അത് നമ്മുടെ പാർക്കിൽ ഇവിടുത്തെ ഓരോ കൗൺസിലർ പാർക്കെല്ലാം ക്ലീൻ ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ടോ ഉണ്ടോ അങ്ങനെ. അപ്പോൾ നമ്മുടെ ആച്ചപ്പഞ്ചേട്ടനായ സൗണ്ട് കേട്ടിട്ട് അങ്ങനെ നടക്കണ്ടേ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ടാറ്റ ബൈ ബൈ. പിന്നെ ഞാൻ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലോട്ട് ഒന്ന് വന്നതാണ് കേട്ടോ. ഇത് നമ്മുടെ ഈ റൗണ്ട് അബൌട്ടിൻ്റെ കോർണറിലാണ് നമ്മുടെ വീട്. ഇത് ഓപ്പോസിറ്റ് ജസ്റ്റ് പാർക്കാണ്. ഇതൊരു റെസിഡൻഷ്യൽ ഏരിയ, അതുകൊണ്ട് നല്ല ക്വയറ്റ് ആൻഡ് കാമ, നല്ല രസമാണ്. ഇത് ഓപ്പോസിറ്റ് മരവും പാർക്കൊക്കെ ആയതുകൊണ്ട് നല്ല രസമായിട്ട് ഇരിക്കും. പിന്നെ ഇതിൻ്റെ നമ്മൾ ഈ മതിലിനോട് ചേർന്ന് കുറച്ച് ചെടികൾ നട്ടിട്ടുണ്ട്. ചുമ്മാ ജസ്റ്റ് കറ്റാർ വാഴ, കുഞ്ഞി. ഞാനൊക്കെ വീട്ടിൽ ഇതിന് ആദം ഹവ എന്നാണ് വിളിക്കുന്നത്. നല്ല രസമാണ്. ഇത് വലുതായി ഒത്തിരി ബ്രാഞ്ചസ് നിറയെ പൂടും. പക്ഷേ ഈ ഒരു സീസണിലല്ല ഇത്. നമ്മുടെ റോസ്മേരിയാണ്. നമ്മൾ നാട്ടിലൊക്കെ ഇപ്പോൾ യൂട്യൂബിലൊക്കെ വൈറലാവുന്ന ഹെയർ ഗ്രോത്തിൽ ഭയങ്കര ബെസ്റ്റാന്ന് പറയുന്ന ആ ചെടിയാണ് റോസ്മേരി. ഇതിൻ്റെ സ്മെല്ല് ഭയങ്കര നല്ല സ്മെല്ലാണ്, ഭയങ്കര ഒരു പവർഫുൾ സ്മെല്ലാണ്. അങ്ങനെ അതേ കുഞ്ഞി പേരറിയില്ല. ഇതിൻ്റെ ഇടയ്ക്കേക്കൂടെ നമ്മുടെ ചീരയുണ്ട് കേട്ടോ. ചീര എല്ലാം എടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ ജമന്തിയൊക്കെ പോലത്തെ ഒരു ചെടിയാണ്. ഇതിന് നിറയെ പൂവുണ്ടാവും. ഒരു ബർഗണ്ടി, ഒരു വയലറ്റ് ചേർന്നൊരു കളറാണ് ഈ പൂവിൻ്റെ. ഇതൊക്കെ നമ്മുടെ കുഞ്ഞു ചെടികൾ. അവിടെയുണ്ട് വേറെ കളർ. അത് നമ്മൾ ഈ കമ്പി ഉണ്ടല്ലോ, ഇത് നമ്മൾ മുന്തിരി പടർത്താൻ വേണ്ടി കെട്ടിയതാണ്. അങ്ങനെ മുന്തിരി. പക്ഷേ ഇതിന് കായ ഉണ്ടാവണമെങ്കിൽ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ സ്റ്റെം കുറച്ചുകൂടെ മെച്യൂർ ആവണം. ഇത് തീരെ തിന്നല്ലേ, ഇത് കുറച്ചുകൂടി വണ്ണമൊക്കെ വെച്ചിട്ട് മെച്യൂർ ആയി കഴിഞ്ഞാൽ നിറയെ ഉണ്ടാവും. ഇതാണ് നമ്മുടെ ഫ്രണ്ടിലെ പാടം.